ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇജ സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, ഇതൊരു ചീരകൃഷിയാണ് കാണിക്കാൻ പോകുന്നത്. കണ്ട് ഞാനിതിൻ്റെ ഒരു വിളവെടുപ്പാണ് കാണിക്കുന്നത്. ചീരയൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ചില വെള്ളം കോരണം, അത്ര കഷ്ടപ്പാട് വേണം. ഇപ്പോൾ ശുദ്ധമായിട്ടുള്ള ചീര നമുക്ക് കൂട്ടാൻ വെക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒരു 5-6 വെള്ളം കഴുകി തോന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ആവശ്യപ്പെട്ട ഒരു കറിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ചെയ്തിട്ടില്ലാത്തവർക്കെല്ലാം ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ലേ, നല്ല പൊട്ട് ചീരയാണ്. അത് തണ്ടോടുകൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറ്റിയിൽ നിന്ന് നന്നായിട്ട് പൊട്ടി കിളിച്ച് വരും. അത് പിഴുതെടുക്കുകയാണെങ്കിലും ആ കുറ്റി കുഴിച്ച് വെച്ചാൽ നമുക്ക് നന്നായിട്ട് കിളിച്ച് വരും. അപ്പോൾ ഇതിന് ചേർക്കുന്നതാണ് മാങ്ങ. നമ്മൾ മാങ്ങയും ചീരയും കൂടെ നല്ലൊരു ഡിഷ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി ഇതെങ്ങനെ അരിഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചീരയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇലയോട് ചേർന്ന് തണ്ട് മൊത്തം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരൻ്റെ കൂട്ടല്ല, നമ്മൾ ഇച്ചിരി കൂടെ വലിപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഏറ്റവും ചുവട്ടിലെ തണ്ടാണിത്. ഈ തണ്ട് നമുക്ക് കളയണ്ട. ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ തണ്ട് മുരിങ്ങയ്ക്ക മുറിക്കുന്ന പോലെ ഇതണ്ട ഇങ്ങനെ ഇരിഞ്ഞെടുക്കും. ഇതിനൊട്ടും കട്ടിയില്ല. ഇതുപോലെ നമുക്ക് കീറിയ അവിയലിൻ്റെ കൂടെ ചീരയുടെ കൂടെ നമുക്കിടാം. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം നമുക്ക് വലിച്ചെടുക്കാം. എളുപ്പമാണ്. ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇരിഞ്ഞാൽ മതി. ഒരുപാട് നീളത്തിലെടുക്കണ്ട, അപ്പുറം ഇപ്പുറം ഒരുപോലെ ഊരിയെടുത്താൽ മതി. ഈ വീഡിയോയുടെ ലെന്ത് കൂട്ടണ്ട, ഞാനിതെല്ലാം ശരിയാക്കിയിട്ട് കാണിക്കാം. ലെന്ത് കൂട്ടുന്നില്ല, നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു കാര്യം നമ്മൾ അനുകരിക്കുമ്പോൾ അത് കണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കണ്ടെങ്കിലേ അത് മനസ്സിലാവത്തുള്ളൂ. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ സ്കിന്നെല്ലാം ഊരി കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത്രയും. ഇത് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അത് ദഹിക്കാൻ പാടായിരിക്കും. തന്നെയല്ല കൂട്ടാനൊരു ടേസ്റ്റും വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ നീക്കം ചെയ്യുക. തണ്ടെല്ലാം കണ്ടില്ലേ, നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകി ആദ്യം ഇതിട്ട് കൊടുക്കണം. അടിയിൽ ഇതിട്ട് കൊടുത്തിട്ട് വേണം മുകളിൽ നമുക്ക് ഇലയിടാൻ. അപ്പോൾ നമ്മൾ കഴുകിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്നത് മാങ്ങയാണ്. ഞാനിവിടെ ഒരു മുറി മാങ്ങ എടുത്തിട്ടുണ്ട്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് അരപ്പിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജീരവിയലിന് നമ്മൾ തേങ്ങ നന്നായിട്ട് ചേർക്കണം. അത് ഒരുപാട് അരിഞ്ഞ് പോരുത്, ഒന്ന് ഒതുക്കിയാകാവൂ. ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ചീര എന്തായെന്നൊന്ന് നോക്കാം. എല്ലാം തിളച്ച് നല്ല വൃത്തിയായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് അരപ്പൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചീരവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ചീരവിയൽ കൂട്ടിയിട്ടില്ലാത്ത പോലെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ടും എടുക്കാം, കൂട്ടുകറിയായിട്ടും എടുക്കാം. കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുണ്ട്. ചുവപ്പ് കളർ, ചോറിൽ പറ്റുമ്പോൾ നല്ല കളറാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. ഓരോ വെറൈറ്റി എൻ്റെ ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇതിനെ ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വെറൈറ്റി ആയിട്ട് എത്തുന്നതായിരിക്കും. ബൈ ബൈ. നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയോ കടുക് താളിക്കുകയോ ചെയ്യാം. ഞാനിവിടെ കടുക് താളിച്ചൊഴിക്കുകയാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും.